നമസ്കാരം. കരുവന്നൂർ കേസിലെ വിശദാംശങ്ങളും കരുവന്നൂർ ബാങ്കിലെ മിനിറ്റ്സും അടിയന്തരമായി ലഭ്യമാക്കാൻ CPM കേന്ദ്ര കമ്മിറ്റി തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 2012 മുതലുള്ള രേഖകളാണ് ഹാജരാക്കേണ്ടത്. കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് ഗുരുതര പിഴവുണ്ടായതായി ദേശീയ നേതൃത്വം കരുതുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയാണ് ദേശീയ നേതൃത്വം വാളോങ്ങുന്നതും. സഹകരണ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിമാരും ഗുരുതര വീഴ്ച വരുത്തിയിട്ടുണ്ട്. ED കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയും നേതാക്കൾ അറസ്റ്റിലാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ പാർട്ടി പ്രതിസന്ധിയിലാകുമെന്ന് സീതാറാം യെച്ചൂരി കരുതുന്നുണ്ട്. ഇങ്ങനെ സംഭവിച്ചാൽ സംസ്ഥാനത്തെ സഹകരണ മേഖല പൂർണ്ണമായും തകരും. EDയെ പ്രതിരോധിക്കാൻ മുതിർന്ന അഭിഭാഷകരെ അണിനിരത്തി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് നീക്കം. ഇന്ത്യ മുന്നണിയുടെ അടുത്ത അജണ്ടയായി കരുവന്നൂർ എടുക്കാനുള്ള യെച്ചൂരിയുടെ തീരുമാനത്തോട് പക്ഷേ പിണറായിക്ക് യോജിപ്പില്ല. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ പിണറായിയുടെ തീരുമാനം ചോദിക്കേണ്ടതില്ലെന്നാണ് യെച്ചൂരിയുടെ തീരുമാനം. ഫലത്തിൽ സംസ്ഥാന CPMൽ യെച്ചൂരി നടത്തുന്ന ആദ്യ ഇടപെടലായി മാറുകയാണ് കരുവന്നൂർ കേസ്. അതുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വത്തോട് ഒന്നും ചോദിക്കാതെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുമായി കേന്ദ്ര നേതൃത്വം നേരിട്ട് സംസാരിക്കുന്നത്. അതായത് പിണറായിയുടെ പിടി ദേശീയ നേതൃത്വത്തിൽ ഇല്ലാതെയായെന്ന് ഒറ്റവാക്കിൽ പറയാം. പാർട്ടിയെ നേരിട്ട് ED പ്രതി ചേർത്തതോടെ CPM സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ ആശങ്കയിലാണ്. അടുത്ത നിമിഷം എന്തും സംഭവിക്കാമെന്നാണ് ഇവർ കരുതുന്നത്. യെച്ചൂരിയുടെ ഇടപെടൽ ഉണ്ടായിട്ടും ഇവരുടെ ആശങ്ക തീരുന്നില്ല. സുരേഷ് ഗോപി MP ആയതോടെയാണ് തൃശൂർ CPM പ്രതിരോധത്തിലായത്. കപിൽ സിബലിനെ പോലുള്ള കിടിലൻ അഭിഭാഷകരെ ഇറക്കാനാണ് രാഹുലിന്റെ സഹായം തേടിയിരിക്കുന്നത്. അന്വേഷണം CPMന്റെ സംസ്ഥാനത്തെ പ്രമുഖ നേതാവിലേക്കെന്ന് ചില ഉന്നത കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയതും അന്വേഷണ പരിധിയിലുണ്ടെന്ന ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കേണ്ടതാണ്. അപ്രതീക്ഷിതമായാണ് CPMന്റെ ബാങ്ക് അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതും പാർട്ടിയെ പ്രതി ചേർത്തതും. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത്. ബാങ്കിൽ കഴിഞ്ഞ ദിവസം ഇൻകം ടാക്സ് പരിശോധന നടത്തിയിരുന്നു. പാർട്ടി നൽകിയ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് കാണിച്ചിരുന്നില്ല. 1998 തുടങ്ങിയ അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത് 5,10,00,000 രൂപ. ഇതിൽ 1 കോടി രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 2-ന് 1 കോടി രൂപ പിൻവലിച്ചിരുന്നു. CPM ജില്ലാ സെക്രട്ടറിയാണ് പണം പിൻവലിച്ചത്. ഈ പണം ചെലവഴിക്കരുതെന്ന് ഇൻകം ടാക്സ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പണത്തിന്റെ സോഴ്സ് അടക്കമുള്ളവ വ്യക്തമാക്കാൻ ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നും ഒളിപ്പിക്കാനില്ലെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസും പ്രതികരിച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പാർട്ടിക്ക് അക്കൗണ്ട് ഉണ്ട്. നിയമം പാലിച്ചാണ് ബാങ്ക് ഇടപാടുകൾ. EDയുടെയും ആദായ നികുതി വകുപ്പിന്റെയും നീക്കം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കരുവന്നൂർ ബാങ്ക് കേസിൽ ED ചോദ്യം ചെയ്ത CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിൽ നിന്നും ആദായ നികുതി വകുപ്പും മൊഴിയെടുത്തിരുന്നു. തൃശൂരിലെ CPM അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആദായ നികുതി വകുപ്പ് തേടിയത്. കൊച്ചിയിലെ ED ഓഫീസിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. CPMന്റെ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച് ഇന്നലെ EDയുടെ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. ഈ വേളയിലാണ് ED ഓഫീസിലെത്തി ആദായ നികുതി വകുപ്പും വിവരങ്ങൾ ശേഖരിച്ചത്. CPM പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ 2 ദേശസാൽകൃത ബാങ്കിൽ IT വിഭാഗം ഇന്നലെ പരിശോധനയും നടത്തിയിരുന്നു. കോഴിക്കോട്ടേക്കുള്ള യാത്രക്കിടയിലാണ് മാർച്ച് 3-ാം വാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെ CPM ജില്ലാ ആസ്ഥാനത്ത് എത്തിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മദ്യനയ കേസിൽ അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെ പാർട്ടി ഓഫീസിലെത്തി കരുവന്നൂർ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രതികളെ രഹസ്യമായി കണ്ടത്. ഡൽഹി ബന്ദിനയ കേസിന് ശേഷം ED നടപടിയിലേക്ക് പോകുന്ന ഏറ്റവും വലിയ അഴിമതി കേസ് കരുവന്നൂർ സഹകരണ അഴിമതിയാണെന്ന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ നേരിട്ടാണ് ഇടപെട്ടത്. എന്നാൽ തിരഞ്ഞെടുപ്പ് ഒരുക്കം വിലയിരുത്താനാണ് മുഖ്യമന്ത്രി പാർട്ടി ഓഫീസിലെത്തിയതെന്ന് CPM വിശദീകരിച്ചത്. പക്ഷേ എന്തിന്റെ പേരിലായാലും ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പിണറായിയെ പോലൊരു നേതാവ് എത്തുന്നത് അസ്വാഭാവികത ഉള്ളതായി മാറി. കരുവന്നൂർ ആരോപണം നേരിടുന്ന MM വർഗീസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുൻ മന്ത്രി AC മൊയ്തീൻ, MK കണ്ണൻ എന്നിവരെയാണ് മുഖ്യമന്ത്രി കണ്ടത്. ഇതിൽ വർഗീസും ബിജുവും ഇപ്പോൾ ED കൂട്ടിലാണ്. മൊയ്തീനും കണ്ണനും ഇതിനകം പലവട്ടം ചോദ്യം ചെയ്യാൻ ഹാജരായി കഴിഞ്ഞു. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണമെന്നാണ് മുഖ്യമന്ത്രി ഇവർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂരിൽ മുഖ്യമന്ത്രിക്ക് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി പാർട്ടി ഓഫീസിലേക്ക് വരുന്ന വിവരം രാവിലെ 7-നാണ് ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചത്.
കരുവന്നൂർ ഇടപാടിൽ ആരോപണ വിധേയരായ നേതാക്കൾ പാർട്ടി ഓഫീസിൽ ഉണ്ടായിരിക്കണമെന്ന നിർദ്ദേശവും ഇതിനൊപ്പം വന്നു. 9:30 മണിയോടെയാണ് അദ്ദേഹം എത്തിയത്. 45 മിനിറ്റ് നേരം അദ്ദേഹം പാർട്ടി ഓഫീസിൽ തങ്ങി. എന്നാൽ പൊതുമേഖലാ ബാങ്കുകളിൽ ED പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രിയും CPM നേതാക്കളും കരുതിയതേയില്ല. അതായിരുന്നു കേന്ദ്രത്തിന്റെ സ്മാർട്ട് മൂവ്. കരുവന്നൂർ കേസിലാണ് ED തകർക്കാൻ പോകുന്നത്. സുരേഷ് ഗോപി ആരാണെന്ന് കേരളം അറിയുക തന്നെ ചെയ്യും. ഇത് മനസ്സിലാക്കിയാണ് സാക്ഷാൽ യെച്ചൂരി രംഗത്തിറങ്ങിയത്. സുരേഷ് ഗോപി അടങ്ങിയിരിക്കാൻ തയ്യാറാവുകയുമില്ല. കരുവന്നൂരിൽ നിന്നും വെട്ടിച്ച കോടികൾ പാർട്ടി വിവിധ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നത്. കരുവന്നൂർ ബാങ്കിലെ CPMന്റെ 25 രഹസ്യ അക്കൗണ്ടുകൾ വഴി 100 കോടിയോളം രൂപയുടെ രഹസ്യ കള്ളപ്പണ ഇടപാട് നടന്നെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. 100 കോടിയും തൃശൂർ ജില്ലയിലുള്ള പാവപ്പെട്ടവരുടെ പണമാണ്. കരുവന്നൂരിലെ തട്ടിപ്പ് സഖാക്കളെയെല്ലാം ED നിയമത്തിന് മുന്നിലെത്തിക്കും. കരുവന്നൂർ തട്ടിപ്പ് അന്വേഷിക്കുന്നത് ED അല്ല, സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ. കരുവന്നൂരിന്റെ ഭാഗമായാണ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആദായ നികുതി വകുപ്പ് എത്തിയത്. കരുവന്നൂരിൽ നിന്നും വെട്ടിച്ച കോടികൾ ഉപയോഗിച്ച് CPM വൻതോതിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയതായി ED കണ്ടെത്തി. മുൻപ് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന നിലവിലെ മന്ത്രി അടക്കമുള്ളവർ വ്യാജ ലോണുകൾ നൽകാൻ സമ്മർദ്ദം ചെലുത്തിയതായി മൊഴിയുണ്ടെന്നും ED ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സ്വകാര്യ ഹർജിയിലാണ് ED അന്വേഷണ പുരോഗതി അറിയിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ അത്രയും നിയമവിരുദ്ധം തന്നെ. കള്ളപ്പണ ഇടപാടും വ്യാജ ലോണും സ്വർണ്ണപ്പണയവും ഭൂമി ഇടപാട് ലോണും അടക്കം സകലതിലും കൃത്രിമത്വം. ബാങ്ക് നിയന്ത്രിച്ച CPM പ്രാദേശിക ഭരണ സമിതിയുടെ പൂർണ്ണ മേൽനോട്ടത്തിലാണ് ഇതൊക്കെ നടന്നതും. പല ജീവനക്കാരെയും നോക്കുകുത്തുകളാക്കിയാണ് രാഷ്ട്രീയ നേതാക്കൾ വൻ തട്ടിപ്പ് നടത്തിയതെന്നും ED സത്യവാങ്മൂലത്തിൽ പറയുന്നു. CPMന്റെ കോടികളുടെ ഇടപാടുകൾക്കായി കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. വിവിധ ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ പേരിലായിരുന്നു ഇത്. ഏരിയ കോൺഫറൻസ്, സുവനീർ അക്കൗണ്ട്, ബിൽഡിംഗ് ഫണ്ട് എന്നൊക്കെയുള്ള പേരുകളിലായിരുന്നു കള്ളപ്പണ ഇടപാട് നടത്തിയത്. CPM അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിന് മാത്രമായി പ്രത്യേകം മിനിറ്റ്സ് ബുക്കും സൂക്ഷിച്ചിരുന്നു. 17 ഏരിയ കമ്മിറ്റികളുടേതായി 25 അക്കൗണ്ടുകൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നു. 100 കോടിയോളം രൂപയുടെ ഇടപാടുകളാണ് രഹസ്യ അക്കൗണ്ടുകൾ വഴി നടത്തിയത്. ഈ പണം ഉപയോഗിച്ച് ഭൂമിയും സ്വത്തുക്കളും വാങ്ങിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മറ്റ് ഏജൻസികളുടെയും പിടിവീഴാതിരിക്കാൻ ചില അക്കൗണ്ടുകൾ പിന്നീട് ക്ലോസ് ചെയ്തിരുന്നു. രഹസ്യ അക്കൗണ്ടുകളിലെ നിക്ഷേപവും സ്വത്തുക്കളും ഓഡിറ്റിന് വിധേയമാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. കേസിൽ മാപ്പുസാക്ഷിയായി മാറിയ സുനിൽ കുമാറാണ് വ്യാജ ലോണുകൾ അനുവദിക്കാൻ ഇടപെട്ട നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തിയത്. നിലവിലെ മന്ത്രി P രാജീവ് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്നാണ് മൊഴി. AC മൊയ്തീൻ, പാലോളി മുഹമ്മദ് കുട്ടി അടക്കം മുതിർന്ന നേതാക്കളും സമ്മർദ്ദം ചെലുത്തിയ ജില്ലാ, ഏരിയ, ലോക്കൽ കമ്മിറ്റി നേതാക്കളുടെ പേരുകളും സുനിൽ കുമാറിന്റെ മൊഴിയിലുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി വെളിപ്പെടുത്താത്ത സ്വത്തുക്കളും ഇടപാടുകളും ബാങ്ക് വഴി CPMന് ഉണ്ടായിരുന്നുവെന്നും ED അവകാശപ്പെടുന്നു. പാർട്ടിക്കാരായ സാധാരണക്കാർ പോലും CPMൽ നിന്ന് അകന്നുവെന്ന് പ്രധാനമന്ത്രി മനസ്സിലാക്കി. കഴിഞ്ഞ 6-7 വർഷമായി കരുവന്നൂർ അഴിമതി പാർട്ടി മൂടിപ്പൊതിഞ്ഞ് നേതാക്കളെ സംരക്ഷിച്ചു വരികയായിരുന്നു. ED വന്നതോടെ സംരക്ഷണം അസാധ്യമായി. എവിടെ നിന്നെങ്കിലും കുറെ പണം കരുവന്നൂരിലെത്തിച്ച് കുറെ പേർക്കെങ്കിലും നൽകി തലയൂരാനുള്ള ശ്രമത്തിന് പിന്നിൽ ഭയമാണുള്ളത്. 50 കോടി പലയിടങ്ങളിൽ നിന്ന് സംഘടിപ്പിക്കുമെന്ന് സഹകരണ മന്ത്രി VN വാസവൻ പറഞ്ഞത്. എന്നാൽ ഗോപി കോട്ടമുറിക്കൽ ഇതിന് തടസ്സം നിന്നു. കേരള ബാങ്കിലെ പണം വകമാറ്റിയാൽ മാറി വരുന്ന സർക്കാർ തന്നെ അകത്താക്കുമെന്ന ഭയം കോട്ടമുറിക്കലിനുണ്ട്. പണം പോയി തകർന്നവർ പാർട്ടിയെ കൈവെടിഞ്ഞു. ഈ വമ്പൻ തട്ടിപ്പ് കൊണ്ട് ഞെട്ടിത്തെറിച്ച മറ്റു പ്രവർത്തകർക്കും ഇതിൽ അസാമാന്യമായ രോഷമുണ്ട്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ നിത്യേന 3 നേരം നൽകുന്ന പ്രസ്താവനകൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവർക്കാർക്കും സാധിക്കുന്നില്ല. EDയെ ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്ന ആരോപണം പാർട്ടിക്കാർ പോലും വിശ്വസിക്കുന്നില്ല. കണ്ണൻ പഴയ CMP-കാരനാണെന്ന് വരുത്തി കൈകഴുകാനുള്ള നീക്കവും തകർന്നടിഞ്ഞു. ഈ വിഷയത്തിൽ പാർട്ടി അക്ഷരാർത്ഥത്തിൽ നെടുകെ പിളർന്ന അവസ്ഥയിലാണ്. നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് 1 മിനിറ്റ് പോലും ആയുസില്ലാത്ത അവസ്ഥ. ED വന്നതോടെ ബാങ്കിൽ പ്രശ്നമുണ്ടെന്ന് പാർട്ടിയും സമ്മതിച്ചു. കുറച്ചു പണം സംഘടിപ്പിച്ച് നിക്ഷേപകർക്ക് നൽകാനുള്ള നീക്കം പോലും ED വന്ന പശ്ചാത്തലത്തിലാണെന്ന് അവർക്കറിയാം. മാസപ്പടി, സ്വർണ്ണക്കടത്ത് വിവാദങ്ങളെയും ജനങ്ങൾ കരുവന്നൂരിന്റെ പശ്ചാത്തലത്തിലാണ് നോക്കിക്കാണുന്നത്. മാസപ്പടിയും സ്വർണ്ണക്കടത്തും ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസിച്ചിരുന്ന കടുത്ത പാർട്ടി അണികൾ പോലും അവ നടന്നിട്ടുണ്ടാകാം എന്ന ചിന്തയിലേക്ക് മാറിക്കഴിഞ്ഞു.
സംസ്ഥാനത്തെ പ്രാദേശിക സഹകരണ ബാങ്കുകളിൽ പോലും പല സഖാക്കൾക്കും കോടികളുടെ നിക്ഷേപമാണുള്ളത്. സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്ക് മാത്രമാണ് ജോലി ലഭിച്ചിട്ടുള്ളത്. അതിനാൽ സഖാക്കളുടെ നിക്ഷേപം എല്ലാ കാലത്തും രഹസ്യമായിരിക്കും. എന്നാൽ ED ഉൾപ്പെടെയുള്ള ഏജൻസികൾ വലവിരിച്ചതോടെ നിക്ഷേപം പിൻവലിച്ച് രക്ഷപ്പെടാൻ സഖാക്കൾ ശ്രമിക്കുകയാണ്. അതിനിടെ നിക്ഷേപ തട്ടിപ്പ് പുറത്തറിയാതിരിക്കാൻ പല സഹകരണ ബാങ്കുകളും പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടിത്തുടങ്ങി. തൃശൂർ സംഭവത്തിലൂടെ ഒരു പുതിയ വിവരം EDക്ക് ലഭിച്ചു. അതായത് CPM അവിഹിതമായി ഉണ്ടാക്കിയ പണം വിവിധ പൊതുമേഖലാ ബാങ്കുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. നന്ദി.